ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീലകത്ത് വാഴുന്ന പൊന്നുണിക്കണ്ണന്റെ ചന്തം ദിവസം തോറും കൂടി വരികയാണ് കേട്ടോ. ചെന്തൊട്ടിപ്പഴം പോലത്തെ ചുവന്നു തുടുത്ത ചുണ്ടുകളും കവിൾത്തടങ്ങളും മാണിക്യക്കണ്ണുകൾ കൊണ്ട് ചുഴറ്റിയുള്ള ഈ കള്ള നോട്ടും കാണാൻ എത്ര ഗോപികമാരെയാണ് ഈ സകല കോടി ബ്രഹ്മാണ്ടങ്ങളെയും മോഹിപ്പിക്കുന്നത്. അതും ഈ കള്ളക്കണ്ണിന്റെ വികൃതികളും ചേലും കാണാൻ വേണ്ടിയിട്ട് ഈ കോടി ഭക്തജനങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ഭക്തവത്സലനും ഭക്തന്മാരുടെ ദാസന്റെ ദാസനുമാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. അതും ഈ താമരമുട്ടുകൾ പോലത്തെ പത്മപാദങ്ങളില് കാൽത്തലകൾ ഒന്നണിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര ഗോപികമാരാണ് കൊതിക്കുന്നത്. തന്റെ ഭക്തൻ എന്തും സമർപ്പിച്ചാൽ ശ്രീ ഗുരുവായൂരപ്പൻ അത് സ്വീകരിക്കും. അത് പൂവാകട്ടെ തുളസി ഇലയാൽ പോലും ഉണ്ണിക്കുട്ടന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഉണ്ണിക്കുട്ടന് ധനമോ രത്നമോ സ്വർണമോ ഒന്നും വേണ്ട. തന്റെ ഭക്തന്റെ സ്നേഹവും ഭക്തി തിന്നാൻ ഗോപികമാരുടെ വെണ്ണയും ശൃംഗരിക്കാൻ ഗോപികമാരും മതി കേട്ടോ. ശൃംഗാരപ്രിയനാണ് ശ്രീ ഗുരുവായൂരപ്പൻ. സച്ചിദാനന്ദ രൂപമായ ശ്രീ ഗുരുവായൂരപ്പൻ ഈ സകല കോടി ബ്രഹ്മാണ്ടങ്ങളുടെയും രാജാതിരാജനാണ്. പറയൂ, ഈ കണ്ട കള്ളത്തരങ്ങളും വികൃതികളും ഒക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഈ ഗോവിന്ദന്റെ പാതകൾ പതിയാത്ത ഏത് മണത്തുകയാണ് ഈ ബ്രഹ്മാണ്ടത്തിലുള്ളത്? യശോദാമ്മയുടെ കയ്യിൽ നിന്നും ചീത്തയും അടിയും എത്ര കിട്ടിയാലും ഉണ്ണിക്കുട്ടന് യാതൊരു പിണക്കമില്ല കേട്ടോ. എപ്പോഴും ഈ മാണിക്ക കണ്ണുകൊണ്ടുള്ള നോട്ടും ചിരിയും തന്നെ. ശ്രീലകത്ത് നമ്മുടെ ഉണ്ണിക്കണ്ണന് 12 ഭാവത്തോടെയാണ് ഭക്തർക്ക് ദർശനം കൊടുക്കുന്നത്. ശ്രീ ഗുരുവായൂരപ്പന്റെ ആ മായാ മനോഹര രൂപം കാണാനും ഭക്തന്റെ നാമസങ്കീർത്തനങ്ങള് കഥകൾ പ്രചരിപ്പിക്കുവാനും ഉജ്ജല സുഹൃതം വേണം കേട്ടോ. ശ്രീ ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിന് 5000 വർഷത്തെ പഴക്കമുണ്ട്. മനുഷ്യനിർമ്മിതമല്ലാത്ത ഈ വിഗ്രഹം ദേവകി ദേവിക്കും വസുദേവർക്കും കാരാഗ്രഹത്തില് ശ്രീമൻ നാരായണൻ നൽകിയ മഹാവിഷ്ണുവിന്റെ രൂപമാണ് ഈ വിഗ്രഹം. തന്റെ ഭക്തരുടെ ദുരിതങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ അകന്ന് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നമ്മുടെ ഉണ്ണിക്കുട്ടൻ നൽകുന്നു. ശ്രീ ഗുരുവായൂരപ്പന്റെ ദർശനം നടത്തുന്നത് വളരെ പുണ്യമാണ്. വെളുപ്പിനെ 3 മണിക്ക് എണീക്കും നമ്മുടെ ഉണ്ണിക്കണ്ണൻ. 3 മണിക്കുള്ള നിർമ്മാല നേരത്തെ ദർശനം വിശ്വരൂപ ദർശനമാണ്. ഈ സമയത്താണ് നമ്മുടെ ഉണ്ണിക്കുട്ടനെ കണ്ടു തൊഴാൻ മഹാപാപ നാശനമാണ് ഫലം. വെളുപ്പിനെ തന്നെ ഈ ഉണ്ണിക്കണ്ണനെ എണ്ണ തേച്ച് കുളിക്കണം കേട്ടോ. എന്നും ചക്കിലാട്ടിയ എണ്ണ തന്നെ വേണം. ഉണ്ണിക്കുട്ടന് ഇത് നിർബന്ധമാണ്. എണ്ണാഭിഷേക സമയത്ത് വാതരോഗ വിഘ്നനാണ്. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ വാതരോഗം മാറ്റിക്കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? ഇത് ഗുരുവായൂരപ്പൻ തന്നെയാണ് മാറ്റിക്കൊടുത്തത്. ചില ചരിത്ര രേഖകളിൽ വാതരോഗം മാറ്റുന്ന ക്ഷേത്രമായാണ് ശ്രീ ഗുരുവായൂർ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഉണ്ണിക്കുട്ടന് എണ്ണാഭിഷേകം കഴിഞ്ഞാൽ വാക്കപ്പൊടി ചാർത്തി മെഴുക്കിളക്കി കളയും. ഇത് വാക്ക് ചാർത്താണെന്നാണ് അറിയപ്പെടുന്നത്. ഗോകുലനാഥനായാണ് വാകചാർത്ത സമയത്ത് ഭക്തർക്ക് ദർശനം നൽകുന്നത്. അതും ഉണ്ണിക്കണ്ണനെ മേൽശാന്തി തന്നെ കുളിപ്പിക്കണമെന്ന് നിർബന്ധമാണ്. ഈ സമയത്ത് തൊഴുതാൽ ഭക്തർക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്നു. ശംഖാഭിഷേക സമയത്ത് സന്താന ഗോപാലനായിട്ടാണ് കേട്ടോ ശ്രീലകത്തെ ഉണ്ണി ദർശനം തരുന്നത്. ജന അഭിവൃദ്ധിയാണ് ഫലം. ബാലലങ്കാര സമയത്ത് ഉണ്ണിക്കണ്ണനായാണ് ശ്രീലകത്ത് വാഴുന്നത്. സന്താനങ്ങൾക്കുള്ള ദുരിതങ്ങൾ മാറാൻ ഭക്തരെ അനുഗ്രഹിക്കുന്നു നമ്മുടെ ഗുരുവായൂരപ്പൻ. അഭിഷേക സമയത്ത് യശോദ ബാലനായിട്ടാണ് ഉണ്ണിക്കുട്ടൻ ശ്രീലകത്ത് വാഴുന്നത്. വലിയ കുസൃതി കുട്ടനാണ് കേട്ടോ ഈ യശോദ ബാലൻ. എന്നാലും മേശാന്തി ഉണ്ണിക്കുട്ടനെ കുറുമ്പുകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഗുരുവായൂരപ്പനെ യശോദാമ നോക്കുന്നത് പോലെ തന്നെ നോക്കും കേട്ടോ. ശത്രുദോഷം മാറ്റിത്തരുന്നു ഈ ഭഗവാൻ ഈ ദർശനത്തിലൂടെ.
ശ്രീഭൂതബലി ദർശനം സന്താന ലാഭത്തിന് ശ്രേഷ്ഠമാണ് കേട്ടോ. വനമാല കൃഷ്ണൻ നായാണ് നവകാഭിഷേക സമയത്ത് ഭഗവാൻ ദർശനം തരുന്നത്. ഈ ദർശനം നേത്രരോഗം മാറ്റുകയും സർവരക്ഷയുമാണ് ഫലം. പന്തീരടി പൂജ ദുഃഖങ്ങൾ മാറുന്നതിനും സർവമുക്തിക്കും നേടിത്തരുന്നു ഭക്തർക്ക്. ഉച്ച സമയത്ത് സർവാഭരണഭൂഷനായിട്ട് സുന്ദരക്കുട്ടനായിട്ട് കളഭച്ചാൽ തടഞ്ഞ് ഭഗവാനെ അണിയിച്ചൊരുക്കുന്നു മേശാന്തി. എത്ര വർണ്ണിച്ചാലും മതിയാവില്ലേ കേട്ടോ ഭഗവാന്റെ അലങ്കാര വർണ്ണന. ഈ സകല കോടി ബ്രഹ്മാണ്ടങ്ങളിലും സുന്ദരൻ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ്, സംശയമില്ല. സന്ധ്യാസമയത്ത് സർവമംഗളദായകനായിട്ടാണ് ഉണ്ണിക്കുട്ടൻ ശ്രീലകത്ത് വാഴുന്നത്. കുടുംബ ഐശ്വര്യമാണ് ഈ സമയത്ത് ദർശനം നടത്തിയാലുള്ള ഫലം. മോഹനരൂപനായിട്ടാണ് ദീപാരാധന സമയത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ദർശനം ലഭിക്കുന്നത്. ഈ സമയത്ത് ശൃംഗാരരൂപനാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. ഭഗവാന്റെ ദർശനം ലഭിച്ചാൽ ദീർഘദാമ്പത്യം പ്രദാനം ചെയ്യുന്നു. നമ്മുടെ ഉണ്ണിക്കുട്ടൻ അത്താഴ പൂജയ്ക്ക് വൃന്ദാവനചരനായിട്ടാണ് ഭഗവാൻ ദർശനം തരുന്നത്. ഭക്തർക്ക് രോഗശമനമാണ് കേട്ടോ ഈ ദർശനത്തിന്റെ ഫലം. തൃപ്പുക നേരത്തെ ശേഷശയനാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. മോക്ഷപ്രാപ്തിയാണ് കേട്ടോ ദർശനഫലം. അതുപോലെ 3 നേരത്തെ ശീവേലി എഴുന്നള്ളത്തിനും ഭഗവാന്റെ ദർശനം ലഭിക്കുകയാണെങ്കിൽ സർവപാപ ശമനവും, അതുപോലെ ഭഗവാനെ പ്രദക്ഷിണം വെക്കുന്നത് പൂർവജന്മത്തിലെ പാപങ്ങളും ശമിക്കുന്നതിനും ഭഗവാൻ അനുഗ്രഹം ചൊരിയുന്നു. എന്തിനാ വിഷമിക്കുന്നത് ഭക്തരെ? ശ്രീലകത്തുള്ള ഗുരുവായൂരപ്പനിലെ കൂടെ സകല ഭക്തർക്കും ശ്രീ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങൾ ചരണം പ്രാപിക്കൂ. വിളിച്ചോളൂ ഭഗവാനെ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. നാരായണ 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 ഹരേ 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 ഹരേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗോവിന്ദ ഗോവിന്ദ.